ഹരേ കൃഷ്ണ. ഗുരുവായൂർ പുണ്യസങ്കേതത്തില് നെയ്വിളക്കുകളുടെ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ദർശിക്കുക എന്നുള്ളതാണ് ഓരോ ഭക്തൻ്റെയും ജന്മപുണ്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് മന്ദഹാസം തൂകുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. ഇന്ന് അതീവ ഹൃദ്യമായ പൊന്നുണ്ണിക്കണ്ണൻ്റെ ഭാവത്തിൽ തന്നെയാണ് ഉണ്ണി ദർശനം നൽകിയത്. മുഖത്ത് വിരിയുന്ന ആ മന്ദഹാസം ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ചു കളയുന്നതാണ്. സ്വർണഗോപിയും ചെവിപ്പൂക്കളും ആ തിരുമുഖത്തിന് മാറ്റുകൂട്ടുകയാണ്. ഭഗവാന്റെ തൃക്കൈയിലെ വിശേഷങ്ങൾ നോക്കിയാലോ, ഓടക്കുഴലും കദളിപ്പഴവുമാണ് ഭഗവാൻ പിടിച്ചിട്ടുള്ളത്. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഭഗവാന്റെ തൃക്കൈയിലെ ഈ വസ്തുക്കൾ തന്നെയാണ്. വലത് കൈയിൽ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കദളിപ്പഴവും ഇടത്തെ കൈയിൽ നാദബ്രഹ്മമായ പൊന്നോടക്കുഴലുമാണ് പിടിച്ചിട്ടുള്ളത്. ഭക്തർക്ക് അമൃതം നൽകുന്ന കദളിപ്പഴവും പ്രപഞ്ചത്തിൻ്റെ താളമായ ഓടക്കുഴലും കൈകളിലേന്തി അതീവ സന്തോഷവാനായി മന്ദഹാസം തൂകി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം. ഭഗവാന്റെ ആഭരണങ്ങളും വസ്ത്രധാരണവും ഒക്കെ നോക്കിയാലോ, പട്ടുകോണവും പൊന്തളയും ഇട്ടിട്ടുണ്ട് ഉണ്ണി. കുരുന്നു ബാലന്റെ ലാളിത്യത്തോടെ ഒരു പട്ടുകോണകാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. ഇളം കാലുകളിൽ തിളങ്ങുന്ന പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. കുഞ്ഞു വയറിനോട് ചേർന്ന് കിങ്ങിനി മുത്തുകൾ പതിപ്പിച്ച അരഞ്ഞാണം ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കാണാം. കഴുത്തിൽ അതീവ മനോഹരായിട്ട് മുല്ലമൊട്ടുമാലയുണ്ട്. പതക്കം വെച്ചൊരു വളയം പോലെ ഒരു മാലയുണ്ട്. പിന്നെ ഒരു ഒറ്റമാലയും കൂടി ഭഗവാന്റെ മാറിൽ അണിഞ്ഞിട്ടുണ്ട്. തൃക്കൈകളിൽ തോൾവളകളും കൈവളകളും ശോഭിക്കുന്നുണ്ട്. പുഷ്പാലങ്കാരത്തിലേക്ക് നോക്കിയാൽ തിരുമുടി മാലകളും ഉണ്ടമാലകളുമാണ് ഉള്ളത്. ഭഗവാന്റെ തിരുമുടിയിലും കഴുത്തിലും 5 തരം പുഷ്പക്കൂട്ടുകൾ കൊണ്ട് അലങ്കാരമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. തിരുമുടി മാലകൾ എന്ന് പറയുമ്പോൾ 3 പ്രധാന തിരുമുടിമാലകളാണ് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. തെച്ചിയും തുളസിയും ചേർന്നതാണ് ഒരു മാല. പിന്നെ ഒന്ന് വെള്ളപ്പൂവ്, അതായത് നന്ദ്യാർവട്ടവും തുളസിയും ചേർത്തിട്ടാണ് കെട്ടിയുണ്ടാക്കിയതാണ് രണ്ടാമത്തെ മാല. മൂന്നാമത്തത് നന്ദ്യാർവട്ടവും തെച്ചിയും ചേർത്തതാണ് മൂന്നാമത്തത്. അങ്ങനെ 3 തിരുമുടിമാലകളാണ് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. കഴുത്തിലെ ഉണ്ടമാലകൾ നോക്കിയാലോ, 2 ഭംഗിയുള്ള ഉണ്ടമാലകളാണ് കഴുത്തിൽ ചാർത്തിയിട്ടുള്ളത്. താമര, തുളസി, തെച്ചി എന്നിവ ഇടകലർന്നതാണ് ഒന്നാമത്തെ ഉണ്ടമാല. നല്ല ഭംഗിയിൽ, നല്ല കട്ടിയിൽ തന്നെ 3 കൂടി ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള മാലയാണ്. മറ്റത് വെളുത്ത പൂവ്, അതായത് നന്ദ്യാർവട്ടവും തുളസിയും കൂടി ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള മാലയാണ്. വിധാനായിട്ട് നോക്കി നോക്കൂ, നിറച്ച് മാലകൾ തൂക്കിയിട്ടുണ്ട്. തിരുമുടിക്ക് മുകളിലായിട്ട് വിധാനായിട്ട് 6 ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. തെച്ചി, തുളസി, താമര എന്നിവയൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ഉണ്ടമാലകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭഗവാന്റെ തിരുമുഖത്തെ തേജസ് അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്ന ദീപത്തിന് തുല്യാണ്. സംസാരതാപത്തിന് ശമനം നൽകുന്നതാണ്. ജനന മരണമാകുന്ന സംസാരതാപത്തിൽ ഉരുകി ഇങ്ങനെ ഇരിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് ആശ്വാസം നൽകുന്ന കുളിർമയാണ് ഭഗവാന്റെ ഈ പൊന്നുണ്ണി ഭാവം എന്ന് പറയുന്നത്. കദളിപ്പഴം എന്ന് പറയുന്നത് ഭക്തിയുടെ മാധുര്യമാണ്. ഭക്തൻ നൽകുന്ന ഏറ്റവും ലളിതമായ സമർപ്പണത്തെ പോലും ഭഗവാൻ അത്രയും സന്തോഷത്തോടെ, ആത്മഹർഷത്തോടെ സ്വീകരിക്കണോ എന്നുള്ളതാണ് കാണിക്കുന്നത്. വലത് കയ്യിലിരിക്കുന്ന ആ കദളിപ്പഴം ഭഗവാൻ വൃന്ദാവനത്തിൽ തെളിയുന്ന പദാർത്ഥാണ്. ഭഗവാന്റെ ആ രൂപം ഒരേ സമയം മാധുര്യവും സൗന്ദര്യവും ശിശിരത്വവും കുളിർമയും ഒക്കെ നൽകുന്ന ഒന്നാണ്. നമുക്ക് ആ പാതാരവിന്ദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.